പ്രിയരെ, വയനാട്ടിൻ്റെ നൊമ്പരത്തോടൊപ്പം കൂടെ നിൽക്കാത്ത മനുഷ്യരില്ല. ടീം സ്റ്റോറീസ് എന്നും ഉയർത്തിപ്പിടിച്ചത് മാനുഷിക മൂല്യങ്ങളാണ്. സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത എന്നും കാണിച്ചിട്ടുള്ള ടീം സ്റ്റോറീസ് ഇതോടൊപ്പം കൂടെ നിൽക്കുന്നു. വയനാട്ടിലെ അപകടത്തിൽ ബാക്കി വന്നവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും പകരമാവില്ലെന്നറിയാം. എങ്കിലും അതിജീവിച്ചേ മതിയാവുള്ളൂ. അതിജീവനത്തിന് ഒരു ചെറിയ കൈത്താങ്ങായി ഇതാ സ്റ്റോറീസും കൂടെയുണ്ട്. ഒരു 100 കട്ടിലുകൾ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. വീട് നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെന്നറിയാം. അതിലൊരാൾക്ക് ഒരു വീട് നൽകും. ഉപജീവനം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. 50,000 മുതൽ 1,00,000 വരെയുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളൊരു മാർഗം 20 പേർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് നൊമ്പരക്കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് പേരുടെ കരച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു കാഴ്ച, ഒരു പ്രവാസി, അദ്ദേഹം തിരിച്ചു വന്നിട്ട് കുടുംബത്തിലെ ഒരു അംഗം പോലും അവശേഷിക്കാതെ 11 പേരും നഷ്ടപ്പെട്ട ഒരു വലിയ വേദനയോടെ കരയുന്നൊരു രംഗമാണ് കണ്ടത്. നമുക്കറിയാം, പ്രവാസികളെല്ലാം ജീവിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അത്തരമൊരു പ്രവാസിയുടെ നൊമ്പരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ടീം സ്റ്റോറീസിന് പറയാനുള്ളത്, കൂടെപ്പിറപ്പല്ല എന്നറിയാം, എങ്കിലും കൂടെയുണ്ട് എന്നൊരു വാക്കാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ, ഫൗണ്ടർ സ്റ്റോറീസ്. താങ്ക് യു.